നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരയേത്. എല്ലാവർക്കും നമസ്കാരം. മഹാഭാരതം ആദിപർവം ഭീഷ്മപ്രതിജ്ഞ. ദേവവ്രതൻ പറഞ്ഞു, അലയോ ദാശപ്രമാണി, എനിക്ക് സത്യത്തെക്കാൾ വലിയ വ്രതമില്ല. ഇന്ന് മറ്റാരും ഇപ്രകാരം ഒരു സത്യം ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല. ഭഗവാന്റെ ആഗ്രഹപ്രകാരം തന്നെ കാര്യങ്ങൾ നടക്കും. എൻ്റെ അച്ഛന് അങ്ങയുടെ പുത്രിയിൽ ജനിക്കുന്ന പുത്രൻ ഞങ്ങളുടെ രാജാവാകും. ഇത് സത്യം, സത്യം, സത്യം. ഇത് കേട്ടപ്പോൾ ദാശൻ സന്തോഷിച്ചു. എങ്കിലും മറ്റൊരു ചിന്ത അയാളുടെ മനസ്സിൽ കടന്നുകൂടി. അയാൾ പറഞ്ഞു, അല്ലയോ രാജകുമാര, ശ്രേഷ്ഠനായ രാജാവിന് ചേർന്ന ശ്രേഷ്ഠനായ പുത്രൻ തന്നെയാണ് താങ്കൾ. അങ്ങ് ചെയ്ത സത്യം പരിപാലിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ തൃപ്തനുമാണ്. എന്നാൽ എനിക്ക് മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. പുത്രി വാത്സല്യം കൊണ്ട് ഞാൻ പറയുകയാണ്, അങ്ങ് തെറ്റിദ്ധരിക്കരുത്. എൻ്റെ ഭയം അങ്ങയുടെ സന്താനങ്ങളെക്കുറിച്ചാണ്. ഭഗവാന്റെ സന്താനങ്ങൾ സിംഹാസനത്തിനു വേണ്ടി അവകാശം പുറപ്പെടുവിച്ചാലുള്ള സ്ഥിതിയാണ് എൻ്റെ മനസ്സിനെ അലട്ടുന്നത്. ഇത് കേട്ടപ്പോൾ മുക്കുവത്തലവൻ്റെ ഇംഗിതം സ്പഷ്ടമായി ദേവവ്രതന് മനസ്സിലായി. ഈ കാര്യത്തിലും വേണ്ട ഉറപ്പ് കൊടുക്കാൻ ഗാംഗേയൻ തീരുമാനിച്ചു. അദ്ദേഹം വീണ്ടും പ്രതിജ്ഞ ചെയ്തു. ഹേ ദാശപ്രഭു, ഞാൻ മുമ്പ് തന്നെ എൻ്റെ രാജ്യത്വം ഉപേക്ഷിച്ചതായി സത്യം ചെയ്തുവല്ലോ. എൻ്റെ അച്ഛൻ്റെ പ്രിയത്തിനു വേണ്ടി ഈ ക്ഷത്രിയ നേതാക്കന്മാരുടെ സാന്നിധ്യത്തിൽ ഞാനിതാ മറ്റൊരു പ്രതിജ്ഞ കൂടി ചെയ്യുന്നു. ഇന്നു മുതൽ ഞാൻ ബ്രഹ്മചര്യം സ്വീകരിക്കുന്നു. എനിക്ക് പുത്രന്മാർ ഉണ്ടായില്ലെങ്കിലും ഞാൻ അക്ഷയമായ ലോകത്തിൽ എത്തിച്ചേരും. ഇത് സത്യം, സത്യം, സത്യം. ദേവവ്രതൻ ഇപ്രകാരം പ്രതിജ്ഞ ചെയ്തപ്പോൾ ആകാശത്ത് നിന്ന് പുഷ്പവൃഷ്ടി ഉണ്ടായി. ഇവൻ ഭീഷ്മൻ തന്നെ, ഇവൻ ഭീഷ്മൻ തന്നെ എന്നുള്ള അശരീരി എല്ലാവരും കേട്ടു. ഉഗ്രമായ പ്രതിജ്ഞ എടുക്കുകയും അത് അതേപടി പാലിക്കുകയും ചെയ്യുന്നവൻ എന്നാണ് ഭീഷ്മൻ എന്ന വാക്കിൻ്റെ അർത്ഥം. അന്നു മുതൽ ദേവവ്രതൻ ഭീഷ്മനായി. ദാസൻ ഇതെല്ലാം കണ്ടും കേട്ടും രോമാഞ്ചകഞ്ചുകിതനായി. അയാൾ സത്യവതിയെ അടുത്തു വിളിച്ചു. അവൾ പ്രീളാവതനയായി അച്ഛൻ്റെ അടുത്തെത്തി. ദാസൻ അവളെ ദേവവ്രതനെ ഏൽപ്പിച്ചു. അദ്ദേഹം താതിനു വേണ്ടി അവളെ സ്വീകരിച്ചു. ഭീഷ്മൻ സത്യവതിയോട് പറഞ്ഞു, അമ്മേ, തേരിൽ കയറുക, നമുക്ക് നമ്മുടെ ഗ്രഹത്തിലേക്ക് പോകാം. ഭീഷ്മൻ അസ്തിനപുരിയിലെത്തി. സത്യവതിയോടൊപ്പം അച്ഛൻ്റെ മുമ്പാകെ വന്നു നിന്നു. ശന്തനു മഹാരാജാവിൻ്റെ ഹൃദയത്തിൽ വിവിധ വികാരങ്ങൾ അലതല്ലി. തൻ്റെ വാത്സല്യനിധിയായ പുത്രൻ തനിക്ക് വേണ്ടി രാജ്യവും ലൗകിക സുഖങ്ങളും ത്യജിച്ചതിൽ അനൽപമായ കുണ്ഠിതം തോന്നി. എങ്കിലും പുത്രന് തന്നോടുള്ള സ്നേഹവായ്പ പ്രത്യക്ഷത്തിൽ അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയം അഭിമാനം കൊണ്ട് വിജൃംഭിതമായി. അദ്ദേഹം ഹർഷോന്മാദത്താൽ ധാരധാരയായി കണ്ണുനീർ പൊഴിച്ചു. വികാരവിവശനായ അദ്ദേഹത്തിന് കുറച്ചു നേരത്തേക്ക് ഒന്നും പറയാൻ കഴിഞ്ഞില്ല. മനസ്സ് സ്വസ്ഥമായപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ട മകനെ, നീ സ്വച്ഛന്ത മൃത്യുവായി തീരും. നീ നിശ്ചയിക്കുമ്പോൾ മാത്രമേ മൃത്യു നിന്നെ സ്പർശിക്കുകയുള്ളൂ. നീ ജീവിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്നിടത്തോളം കാലം മരണം നിന്നെ തീണ്ടുകയില്ല. ഇത് സത്യം, സത്യം, സത്യം. ശന്തനുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ദേവവ്രതൻ സ്വച്ഛന്ത മൃത്യുവായി തീർന്നു. അദ്ദേഹം ഭീഷ്മനുമായി. ശന്തനു വിധിപ്രകാരം ആഡംബരത്തോടെ സത്യവതിയെ വിവാഹം കഴിച്ചു. അവൾ ശന്തനുവിൻ്റെ പട്ടമഹർഷിയായി. ഇനി അംബ, അംബിക, അംബാലിക. സത്യവതിക്ക് 2 പുത്രന്മാരുണ്ടായി. മൂത്ത മകൻ ചിത്രാംഗതൻ, ഇളയ മകൻ വിചിത്രവീര്യൻ. വിചിത്രവീര്യന് പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ശന്തനു പരലോകം പോയി. ഭീഷ്മൻ സത്യവതിയുമായി ആലോചിച്ച് ചിത്രാംഗതനെ രാജാവായി അഭിഷേകം ചെയ്തു. ചിത്രാംഗതൻ വീരപരാക്രമിയായിരുന്നു. മിക്ക രാജാക്കന്മാരെയും അദ്ദേഹം തൻ്റെ സാമ്പന്നന്മാരാക്കി. ചിത്രാംഗതൻ എന്നു പേരുള്ള ഒരു ഗന്ധർവനുമായി യുദ്ധം ചെയ്യേണ്ടി വന്നു. കുരുക്ഷേത്രത്തിൽ വെച്ച് അതിഭയങ്കരമായ പോരാട്ടം നടന്നു. ആ യുദ്ധത്തിൽ മായാവിയായ ഗന്ധർവൻ്റെ മായാപ്രയോഗത്താൽ ചിത്രാംഗതൻ കൊല്ലപ്പെട്ടു. ചിത്രാംഗതൻ മരിക്കുമ്പോഴും വിചിത്രവീര്യന് പ്രായപൂർത്തിയായിരുന്നില്ല. എങ്കിലും അവനെ തന്നെ രാജാവായി അഭിഷേകം ചെയ്യുകയും അവൻ്റെ ആൾപ്പേരെന്ന നിലയിൽ സത്യവതിയുമായി ആലോചിച്ച് ഭീഷ്മൻ രാജ്യഭരണം നടത്തുകയും ചെയ്തു. വിചിത്രവീര്യന് പ്രായപൂർത്തിയായി. അവന് തക്കതായൊരു വിവാഹം നടത്തുന്നതിനെപ്പറ്റി ഭീഷ്മൻ ആലോചന തുടങ്ങി. കാശിരാജാവിന് അംബ, അംബിക, അംബാലിക എന്നീ 3 പുത്രിമാരുണ്ടായിരുന്നു. ഇവർ അനുപമമായ സൗന്ദര്യധാമങ്ങളാണ് എന്ന് കേൾവിപ്പെട്ടിരുന്നു. അവരുടെ 3 പേരുടെയും സ്വയംവരം ഒരേ സമയത്ത് തന്നെ നടത്തുന്നതിന് കാശിരാജാവ് തീരുമാനിച്ചു. വിളംബരം ചെയ്തു. ഭീഷ്മൻ ഈ വിവരം പറഞ്ഞു. വിചിത്രവീര്യനെ കൊണ്ട് അവരെ കല്യാണം കഴിപ്പിക്കുന്നതിനെ പറ്റി ഭീഷ്മൻ സത്യവതിയോട് ആലോചിച്ചു. അവർക്കും അത് സമ്മതമായിരുന്നു. അവരുടെ അനുവാദത്തോടും ആശീർവാദത്തോടും കൂടി ഭീഷ്മൻ സ്വയംവരത്തിൽ പങ്കെടുക്കാൻ പോയി. അദ്ദേഹം കാശിരാജ്യത്തെത്തി. കാഴ്ചയിൽ വൃദ്ധനായി തോന്നിയിരുന്ന ഭീഷ്മനും സ്വയംവര പന്തലിൽ സ്ഥാനം പിടിച്ചു. പന്തലിൽ നിറയെ സ്വയംവരത്തിൽ പങ്കെടുക്കാനെത്തിയിരുന്ന രാജാക്കന്മാർ സ്ഥലം പിടിച്ചിരുന്നു. അവർ ഭീഷ്മനെ കണ്ടപ്പോൾ ഈ വൃദ്ധൻ എന്തിനാണ് സ്വയംവരത്തിനെത്തിയിരിക്കുന്നത് എന്ന് തമ്മിൽ ചോദിച്ചു.
ബ്രഹ്മചാരി ഭീഷ്മൻ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പരിഹസിക്കുകയും ചെയ്തു. രാജാക്കന്മാർ തന്നെ പുച്ഛിക്കുകയും കളിയാക്കുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ ഭീഷ്മൻ ക്രുദ്ധനായി. അദ്ദേഹം ബലാത്കാരേണ 3 കന്യകമാരെയും പിടിച്ച് തൻ്റെ തേരിൽ കയറ്റി മേഘഗർജനം പോലുള്ള ശബ്ദത്തോടെ അദ്ദേഹം അവിടെ കൂടിയിരുന്ന രാജാക്കന്മാരോടായി പറഞ്ഞു, അല്ലയോ രാജാക്കന്മാരെ, കന്യാദാനം പല വിധത്തിലുണ്ട്. അതിലൊന്നു മാത്രമാണ് സ്വയംവരം. ബലത്താൽ കന്യകയെ കൊണ്ടുപോകുന്നവരുണ്ട്. ജയിച്ചിട്ട് ഹരിക്കുകയാണെങ്കിൽ അത് ശ്രേഷ്ഠമാണെന്ന് ധർമ്മികൾ പറയുന്നു. ഞാൻ ഇവരെ അപ്രകാരം കയ്യൂക്ക് കാട്ടി കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് തടയാൻ കഴിയുമെങ്കിൽ തടഞ്ഞുകൊള്ളുക. ഞാൻ നിങ്ങളോട് യുദ്ധം ചെയ്യാൻ തയ്യാറായി നിൽക്കുകയാണ്. ഭീഷ്മന്റെ ധാർഷ്ട്യം കണ്ടപ്പോൾ അദ്ദേഹത്തെ എതിരിട്ട് തോൽപ്പിക്കുന്നതിന് അവിടെ കൂടിയിരുന്ന എല്ലാ രാജാക്കന്മാരും ഒത്തുചേർന്നു. അവർ കൈതിരുമ്മി പല്ലുകടിച്ചു. എല്ലാവരും രോഷാകുലരായി ഭീഷ്മന്റെ തേരിനെ വളഞ്ഞ് ഭീഷ്മന്റെ നേരെ തുരുതുര ബാണങ്ങൾ എയ്തു. എന്നാൽ ഭീഷ്മൻ ആ ബാണങ്ങളെല്ലാം വിദഗ്ധമായി തടഞ്ഞു. രാജാക്കന്മാരുടെ നേരെ അദ്ദേഹം അത്യധികം പാടവത്തോടെ അസ്ത്രങ്ങൾ അയച്ചു. ഭീഷ്മന്റെ അസ്ത്രവൈദഗ്ധ്യം കണ്ട് രാജാക്കന്മാർ അദ്ദേഹത്തെ പുകഴ്ത്തിക്കൊണ്ട് പോരിൽ നിന്നും പിന്തിരിഞ്ഞു. എന്നാൽ ശാല്വരാജാവ് മാത്രം ഭീഷ്മനോട് തോറ്റോടാൻ തയ്യാറായില്ല. ഹസ്തിനപുരത്തേക്ക് പുറപ്പെട്ട ഭീഷ്മനെ ശാല്യൻ പിന്തുടർന്നു. അവൻ കോപത്തോടെ വിളിച്ചു പറഞ്ഞു, ഹേ പെൺകൊതിയ, നിൽക്കൂ നിൽക്കൂ. ഭീഷ്മൻ പിന്തിരിഞ്ഞു വന്നു. ഒരു പിടിയാനയ്ക്ക് വേണ്ടി പോരാടുന്ന 2 ഗജേന്ദ്രന്മാരെ പോലെ അവർ പോരാടി. ശാല്വരാജാവ് ഭീഷ്മനെ ശക്തമായി നേരിടുന്നത് കണ്ടപ്പോൾ മറ്റു രാജാക്കന്മാർ ഹർഷാരവം മുഴക്കി ശാല്യനെ പ്രോത്സാഹിപ്പിച്ചു. എന്നാൽ അവരുടെ സന്തോഷം അധികം നീണ്ടു നിന്നില്ല. ഭീഷ്മൻ വരുണാസ്ത്രം തൊട്ടുവിട്ടു. ശാല്യന്റെ അനവധി കുതിരകളും സാരഥിയും ചത്തൊടുങ്ങി. ഭീഷ്മൻ ഐന്ദ്രാസ്ത്രം കൂടി അയച്ചു. അതുകൂടി ആയപ്പോൾ ശാല്യൻ നിശേഷം പരാജിതനായി. അയാളെ കൊല്ലരുത് എന്ന് രഥത്തിലിരുന്ന അമ്പ അപേക്ഷിക്കുകയാൽ ഭീഷ്മൻ ശാല്യനെ കൊല്ലാതെ വിട്ടു. കന്യകമാരെയും കൊണ്ട് വിജയശ്രീലാടിതനായി ഭീഷ്മൻ ഹസ്തിനപുരിയിലെത്തി. കന്യകമാരെ സ്വന്തം അനുജത്തിമാരെ പോലെയാണ് ഭീഷ്മൻ കരുതിയത്. സർവഗുണ സമ്പൂർണങ്ങളായ അവരെ അനുജന് വേണ്ടിയാണ് ഭീഷ്മൻ ഹരണം നടത്തി കൊണ്ടുവന്നത്. സത്യവതിയും അതിന് അംഗീകാരം നൽകി. അമ്പയുടെ ദുർഗതി. വിവാഹത്തിന് വേണ്ട ഒരുക്കങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ കന്യകമാരിൽ മൂത്തവളായ അമ്പ ഭീഷ്മരോട് പറഞ്ഞു, ഹേ മഹാരാജാവേ, ഞാൻ ശാല്യ മഹാരാജാവിനെ എൻ്റെ പതിയായി വരിച്ചു കഴിഞ്ഞവളാണ്. അദ്ദേഹം എന്നെയും വരിച്ചിട്ടുണ്ട്. സ്വയംവര പന്തലിൽ നിന്ന് എന്നെ ബലമായി പിടിച്ചുകൊണ്ടു പോന്നില്ലായിരുന്നുവെങ്കിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ ഭരണമാല്യം ചാർത്തുമായിരുന്നു. അതുകൊണ്ട് താങ്കൾ ധർമ്മപ്രകാരം പ്രവർത്തിച്ചാലും. ഭീഷ്മൻ ഉടൻ തന്നെ വേദജ്ഞാനികളുമായി കൂടി ആലോചന നടത്തി അമ്പയെ അവളുടെ ഇഷ്ടപ്രകാരം തിരിച്ചു പോകുന്നതിന് അനുവദിച്ചു. ഒരു രാജകുമാരിക്ക് അനുയോജ്യമായ വിധത്തിലുള്ള അകമ്പടിയോടെ അമ്പയെ ശാല്യരാജാവിൻ്റെ അടുക്കലേക്ക് അയച്ചു. വിചിത്രവീര്യൻ അംബികയെയും അംബാലികയെയും വിവാഹം കഴിച്ചു. അമ്പ ആനന്ദതുന്തിലയായി തൻ്റെ ഹൃദയശ്വരനായ ശാല്യൻ്റെ അടുത്തെത്തി. ഹസ്തിനപുരിയിൽ നടന്ന വൃത്താന്തങ്ങളൊക്കെ അദ്ദേഹത്തെ ധരിപ്പിച്ചു. അവൾ പറഞ്ഞു, ഞാൻ അങ്ങയെ എൻ്റെ ഭർത്താവായി മനസ്സാ മരിച്ചു കഴിഞ്ഞതാണ്. ഇനിയും ഔപചാരികമായി നമ്മുടെ വിവാഹം നടത്തുകയേ വേണ്ടൂ. എന്നാൽ ഭീഷ്മനാൽ പരാജിതനാക്കപ്പെട്ട ശാല്യൻ അവളെ വിവാഹം ചെയ്യാൻ തയ്യാറായില്ല. അയാൾ പറഞ്ഞു, എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ പരാജിതനാക്കി അപമാനിച്ചിട്ടാണ് ഭീഷ്മൻ നിന്നെ കൊണ്ടുപോയത്. അതിനാൽ എനിക്ക് നിന്നെ വിവാഹം ചെയ്യാൻ സാധ്യമല്ല. നീ ഭീഷ്മൻ്റെ അടുക്കിലേക്ക് തന്നെ മടങ്ങിപ്പോകുക. അമ്പ ഹസ്തിനപുരിയിൽ മടങ്ങിയെത്തി. ശാല്യൻ പറഞ്ഞതൊക്കെ ഭീഷ്മനെ അറിയിച്ചു. എന്ത് ചെയ്യണമെന്നറിയാതെ ഭീഷ്മൻ കുഴങ്ങി. അമ്പയെ കൂടി വിചിത്രവീരനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുന്നതിനുള്ള ശ്രമം ഭീഷ്മൻ നടത്തി. എന്നാൽ മറ്റൊരുവനെ പതിയായി മനസ്സാവരിച്ചിട്ടുള്ള ഒരു യുവതിയെ വിവാഹം കഴിക്കാൻ വിചിത്രവീര്യൻ തയ്യാറായില്ല. അപ്പോൾ ഭീഷ്മൻ തന്നെ വിവാഹം കഴിച്ച് തൻ്റെ ഇന്നത്തെ കഷ്ടപ്പാടിൽ നിന്ന് മോചിപ്പിക്കണമെന്ന് അമ്പ ഭീഷ്മനോട് അപേക്ഷിച്ചു. എന്നാൽ ശപഥം ലംഘിച്ചിട്ട് അമ്പയെ വിവാഹം കഴിക്കാൻ തന്നെ കൊണ്ട് സാധ്യമല്ല എന്നും ശാല്യൻ്റെ അടുക്കിലേക്ക് തന്നെ വീണ്ടും പോകുന്നതാണ് നല്ലത് എന്നും പറഞ്ഞ് ഭീഷ്മൻ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. ഭീഷ്മൻ അവസാനമായി തന്നെ കൈയൊഴിഞ്ഞപ്പോൾ തൻ്റെ അധോഗതിക്ക് കാരണക്കാരനായ ഭീഷ്മനോട് ഒടുങ്ങാത്ത പകയാണ് അമ്പയ്ക്കുണ്ടായത്. അവൾ ക്രുദ്ധയായി പറഞ്ഞു, ഭീഷ്മ, നിന്റെ അഹങ്കാര പ്രവൃത്തി കൊണ്ടാണ് നീ എന്നെ ഹരിച്ച് ഇവിടെ കൊണ്ടുവന്നത്. ഇന്ന് ഞാൻ വഴിയാധാരമായിരിക്കുന്നു. ഞാനൊരു സ്ത്രീയായി പോയതുകൊണ്ട് എനിക്ക് നിന്നോട് പ്രതികാരം ചെയ്യാൻ കഴിയുന്നില്ല. എന്നാൽ എത്ര ജന്മങ്ങൾ എടുക്കേണ്ടി വന്നാലും ഞാൻ മുഖേനയായിരിക്കും നീ മരിക്കുക, ഓർത്തുകൊള്ളുക. അവൾ നിരാശയോടെ എന്തു ചെയ്യണമെന്നറിയാതെ ഭാവി പ്രവർത്തനങ്ങളെപ്പറ്റി ആലോചിച്ചുകൊണ്ട് ഏതാനും നാളുകൾ ഹസ്തിനപുരിയിൽ തന്നെ പാർത്തു. ഇതോടുകൂടി ഈ അധ്യായം ഇവിടെ അവസാനിച്ചു. ഇനി ധൃതരാഷ്ട്രൻ, പാണ്ഡു, വിതുരർ എന്ന ഭാഗങ്ങൾ നാളെ. എല്ലാവർക്കും നമസ്കാരം.